അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, സ്നേഹനിധിയായ റബ്ബ് തആല നമ്മെ സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റബീഇലെ പവിത്രമായ രണ്ടാമത്തെ ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് എന്ന് പറയുന്നത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റമായിരുന്നു, തങ്ങളുടെ സ്വഭാവ മഹിമയായിരുന്നു. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവനോടുള്ള ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലായിരിക്കാം. ഒരു രോഗം വന്നാൽ, ശരീരത്തിന് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സൗന്ദര്യം പാടെ നശിച്ചു പോകും. നാം ഒരാളെ അധികാരവും സ്ഥാനമാനങ്ങളും കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കസേരക്ക് ഇളക്കം സംഭവിച്ചേക്കാം. എന്നാൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരിക്കലും നമ്മിൽ നിന്ന് അകലാത്തതും മാറാത്തതും നഷ്ടപ്പെടാത്തതുമാണ് നമ്മുടെ പെരുമാറ്റവും സ്വഭാവ മഹിമയും എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ സ്വഭാവങ്ങളുടെയും സമ്പൂർണമായ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്തുള്ള എല്ലാ നല്ല സംസ്കാരങ്ങളുടെയും, ലോകത്തുള്ള എല്ലാ നല്ല മൂല്യങ്ങളുടെയും പൂർത്തീകരണവുമായിട്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആ കാരുണ്യത്തിൻ്റെ സ്പർശം കൊണ്ടാണ് ലിൻതലഹും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട്, നിങ്ങളുടെ അനുയായികളോട്, നിങ്ങളെ തേടി വരുന്നവരോട്, നിങ്ങൾക്ക് ചുറ്റും വസിക്കുന്നവരോട് ലിൻതലഹും, നിങ്ങൾ ലാളിത്യം കാണിച്ചത്, മയം കാണിച്ചത്, അവരോട് വാത്സല്യം കാണിച്ചത്, അവരോട് അങ്ങ് കൃപ കാണിച്ചത്. നബിയെ, അങ്ങ് കഠിന ഹൃദയനായിരുന്നെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, അവരെല്ലാം അങ്ങയിൽ നിന്ന് വിട്ടകലുമായിരുന്നു. എന്നാൽ നിങ്ങൾ വലിയ സ്നേഹത്തിൻ്റെ, വലിയ വാത്സല്യത്തിൻ്റെ, വലിയ കാരുണ്യത്തിൻ്റെ, വിശാല മനസ്കതയുടെ ആളായതുകൊണ്ടാണ് അവരെല്ലാം അങ്ങേക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് സ്വഹാബത്ത് ആയിഷ ബീവിയോട് അങ്ങനെ ചോദിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സ്വഹാബത്തിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ. കാന ഖുൽഖുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമായിരുന്നു അൽ ഖുർആൻ, ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആൻ എന്താണോ അതുതന്നെയായിരുന്നു പരിശുദ്ധ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ആ ജീവിതം അടർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 10 വർഷക്കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രാവിലും പകലിലും ഖിദ്മത്ത് ചെയ്ത മഹാനാണ് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തൻ്റെ ചെറിയ പ്രായത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടിയ ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവസാനം പറയുന്നുണ്ട്, ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷക്കാലം ഖിദ്മത്തെടുത്തു. പക്ഷേ ആ 10 വർഷക്കാലത്തെ ജീവിതത്തിനിടക്ക് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്, അനസേ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച്, അനസെന്നവരെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യാതിരുന്നത്, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. ഇത്രമേൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം വിശാലമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് തങ്ങളെ കൂടെ രാവിലും പകലിലും 10 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന ചെറിയ കുഞ്ഞുമോനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കിയേ, നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ തൊഴിലാളികൾ, ഇവർക്കും നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ, ഏറ്റവും നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമയായിരുന്നു. ദീർഘകാലം മക്കയിൽ നിന്ന്, തൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ ആക്രമിച്ച്, തന്നെ ബുദ്ധിമുട്ടിപ്പിച്ച്, താൻ നിസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ, എത്രത്തോളം 3 വർഷക്കാലം ശിഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ പട്ടിണിക്കെട്ട് അത്രമേൽ കഷ്ടപ്പെടുത്തിയ തൻ്റെ മക്കയിലെ ആളുകൾ, മക്ക നിവാസികൾ, മക്ക കാഫിരീങ്ങൾ, ഖുറൈശികൾ, പിന്നീട് അവരെല്ലാം മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്ന് മക്കം ഫത്തഹിൻ്റെ ആ ഒരു ദിവസത്തിൽ എല്ലാ തൻ്റെ ശത്രുക്കളെയും ഇത്രയും കാലം തന്നെ ആരൊക്കെയാണോ ബുദ്ധിമുട്ടിപ്പിച്ചത്, ആരൊക്കെയാണോ ആക്രമിച്ചത്, ആരെല്ലാമാണോ തനിക്കെതിരെ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ വലിച്ചിട്ടത്, അവരെയെല്ലാം തൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ, അവരെല്ലാം നമ്രശിരസ്കരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മക്കം ഫത്തഹിൻ്റെ ആ മക്ക വിജയത്തിൻ്റെ ആ സന്ദർഭത്തിൽ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വരിക എന്ന് വലിയ ഭയപ്പാടോടുകൂടെ അവരിങ്ങനെ നോക്കിക്കാണുന്ന, അവരിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞല്ലോ, ഇദ്ഹബു അൻതുമുത്തുലഖ, ഇദ്ഹബു നിങ്ങൾ പോയിക്കൊള്ളുക, അൻതുമുത്തുലഖ ഇന്നേ ദിവസം നിങ്ങൾ സ്വതന്ത്രരാണ്. എന്തു വല്ലാത്ത വിശാലതയാണ്, എന്തു വല്ലാത്ത മനസ്സിൻ്റെ വിശാലതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഇങ്ങനെ ആ ജീവിതത്തിൽ നിന്ന് എത്ര നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിട്ടുകൊടുക്കലിൻ്റെ, അഫൂ ചെയ്യുന്നതിൻ്റെ, അതുപോലെ തന്നെ പരിഗണിക്കുന്നതിൻ്റെ, ചേർത്തു പിടിക്കുന്നതിൻ്റെ എത്രയോ നല്ല നല്ല ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവൻ, ഏറ്റവും ഉത്തമൻ, ഖൈറുക്കും ലി അഹ്ലിഹി, അവൻ്റെ കുടുംബത്തോട്, സ്വന്തം വീട്ടുകാരോട്, സ്വന്തം ആശ്രിതരോട്, സ്വന്തം ചെലവ് കൊടുക്കേണ്ട ആളുകളോട്, തൻ്റെ വീട്ടുകാരോട്, ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ തുടങ്ങി സ്വന്തക്കാരോട് ഏറ്റവും ഖൈറിൽ വർത്തിക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും നല്ല ആളുകൾ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അത് പറഞ്ഞ് തങ്ങൾ ആ ഹദീസ് നിർത്തിയില്ല. തങ്ങൾ ശേഷം പറഞ്ഞു, വ അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വന്തം കുടുംബത്തോട് ഖൈർ ചെയ്യുന്നവൻ, സ്വന്തം കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവൻ ഞാനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ധൈര്യം നിങ്ങൾ നോക്കിയ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശാലമായ ജീവിതത്തിൽ ഇത്തരം നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല നല്ല പെരുമാറ്റങ്ങൾ നാം അടർത്തിയെടുക്കണം. അപ്പോഴേ നമുക്ക് ഈ റബീഉൽ അവ്വൽ കൊണ്ട് ഒരു നേട്ടമുണ്ടാവുകയുള്ളൂ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എഴുത്തുകുത്തുകൾ, നമ്മുടെ മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന ചിന്ത, അത് ചിന്തിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്, പറയുന്ന സമയത്ത് നമ്മിൽ നിന്നുണ്ടാകണം. എൻ്റെ ഹബീബ് ഈ ജീവിതത്തിലെ ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഏത് രൂപത്തിലാണ് അതിനെ നേരിട്ടത്, പെരുമാറിയത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ സ്വഹാബത്ത് എടുത്തു പറഞ്ഞൊരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ ഈ സൃഷ്ടിപ്പിനെ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നന്നാക്കണമേ. ഈ ദുആ ഈ റബീഉടെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിത്യമാക്കാം, പതിവാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.